നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +1 ഹിസ്റ്ററി പബ്ലിക് എക്സാമിന് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം എന്ന് പറയുന്ന ചാപ്റ്റർ. പ്രമേയം 8 അഥവാ ചാപ്റ്റർ 8 എന്നറിയപ്പെടുന്ന സംസ്കാരങ്ങളുടെ അഭിമുഖീകരണത്തിൽ പ്രധാനമായും മധ്യ അമേരിക്കയിലെയും ദക്ഷിണ അമേരിക്കയിലെയും ഉയർന്നു വന്നിട്ടുള്ള സംസ്കാരങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇതിൽ പ്രധാനമായും 3 സംസ്കാരങ്ങളാണുള്ളത്. ഒന്ന് ആസ്ടെക്കാണ്, രണ്ടാമത്തേത് മായൻ, മൂന്നാമത്തേത് ഇൻക. ഈ 3 സംസ്കാരങ്ങളും പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ചോദിക്കും. എസ് എ ആയിട്ട് ചോദിക്കാം, 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട്. ഓരോ സംസ്കാരത്തെയും വ്യത്യസ്തമായിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളിത് പഠിക്കണം. ഇന്ന് തന്നെ നിങ്ങളിത് പഠിക്കുക. ഓക്കെ, എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. എസ് എ ആയിട്ട് 8 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 5-4 മാർക്കുകൾക്ക് മുറിച്ച് ചോദിക്കാവുന്നതാണ്. എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പോൾ സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന നോട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇത് പോയിൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന നോട്ട്സ് സിമ്പിളാണെങ്കിൽ അതെടുത്ത് പഠിക്കാവുന്നതാണ്. നോക്കാം. മധ്യ അമേരിക്കയിലും ദക്ഷിണ അമേരിക്കയിലും ഉയർന്നു വന്ന സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആസ്ടെക്കുകളുടെയും മായന്മാരുടെയും ഇൻകകളുടെയും സംസ്കാരമാണ്. മധ്യ അമേരിക്കയിലും ദക്ഷിണ അമേരിക്കയിലും ഉയർന്നു വന്ന സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആസ്ടെക്ക്, മായൻ, ഇൻക സംസ്കാരങ്ങളാണ്. ആസ്ടെക് സംസ്കാരങ്ങൾ നോക്കാം. മെക്സിക്കോ കേന്ദ്രമാക്കി നിലനിന്നിരുന്ന സംസ്കാരമാണ് ആസ്ടെക് സംസ്കാരം. മെക്സിക്കോ കേന്ദ്രമാക്കി നിലനിന്നിരുന്ന സംസ്കാരം. മെക്സിക്കോയിലാണ് ആസ്ടെക് ഉണ്ടായത്. 12-ാം നൂറ്റാണ്ടിൽ മെക്സിക്കോയിലെ വിവിധ ഗോത്രങ്ങളെ തോൽപ്പിച്ചുകൊണ്ടാണ് വിപുലമായൊരു സാമ്രാജ്യം മെക്സിക്കോയിൽ ഈ ആസ്ടെക്കായിട്ട് വന്നത്. 12-ാം നൂറ്റാണ്ടിൽ മെക്സിക്കോയിലെ വിവിധ ഗോത്രങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് വിപുലമായൊരു സാമ്രാജ്യമാണ് അവർ സ്ഥാപിച്ചത്. ആസ്ടെക് സാമ്രാജ്യം ശ്രേണിബദ്ധമായിരുന്നു. ആസ്ടെക് സാമ്രാജ്യം ശ്രേണിബദ്ധമാണ്. പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉന്നത പദവിയിലുള്ളവർ എന്നിവർ ആദ്യത്തെ പ്രമുഖ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ആസ്ടെക്കിൽ പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉന്നത പദവിയിലുള്ളവർ എന്നിവർ ആദ്യത്തെ പ്രമുഖ വിഭാഗത്തിൽപ്പെടുന്നു. ഗവൺമെൻറ്, സൈന്യം, പൗരോഹിത്യം എന്നിവയിലെ ഉന്നത പദവികൾ ഇവരാണ് അലങ്കരിച്ചിരുന്നത്. ഓക്കെ, ഗവൺമെൻറ്, സൈന്യം, പൗരോഹിത്യം എന്നിവയിലെ ഉന്നത പദവികൾ അലങ്കരിച്ചിരുന്നത് ഈ പറയുന്ന പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഉന്നത പദവിയിലുള്ളവരും മാത്രമായിരുന്നു. പ്രഭുക്കന്മാർ അവർക്കിടയിൽ നിന്ന് ഒരു നേതാവിനെ തിരഞ്ഞെടുത്ത് ഭരണം നടത്തുകയാണ് ചെയ്തിരുന്നത്. പ്രഭുക്കന്മാർ അവർക്കിടയിൽ നിന്ന് ഒരു നേതാവിനെ തിരഞ്ഞെടുത്ത് ഭരണം നടത്തുകയാണ് ചെയ്തത്. സൂര്യദേവൻ്റെ ഭൂമിയിലുള്ള പ്രതിനിധിയായാണ് രാജാവിനെ കണക്കാക്കിയിരുന്നത്. അപ്പോൾ ആസ്ടെക്കിൽ രാജാവ് എന്നറിയപ്പെടുന്നത് സൂര്യദേവൻ്റെ ഭൂമിയിലുള്ള പ്രതിനിധി എന്ന കണക്കിലാണ്. ഭൂമി പരിമിതമായതിനാൽ ആസ്ടെക്കുകൾ അവയെ പുഷ്ടിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. വലിയ ഈറ്റപ്പായകൾ നെയ്തെടുത്ത് മണ്ണിട്ട് മൂടി സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ച് അവർ കൃത്രിമമായ ദ്വീപുകൾ നിർമ്മിച്ചു. ഇത് ചിനാബസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചിനാബസ് എന്താന്ന് നിങ്ങൾ ഇവിടുന്ന് പഠിക്കണം. വലിയ ഈറ്റപ്പായകൾ നെയ്തെടുത്ത് മണ്ണിട്ട് മൂടി സസ്യങ്ങൾ വെച്ചു പിടിപ്പിച്ച് അവർ കൃത്രിമമായ ദ്വീപുകൾ, അഥവാ അതിൻ്റെ മറ്റൊരു പേരാണ്, ദ്വീപിൻ്റെ പേരാണ് ചിനാബസ്, അത് നിർമ്മിച്ചു. 1325 ആസ്ടെക്കുകൾ തടാകമധ്യത്തിൽ തെനോക്ടിലാൻ എന്ന തലസ്ഥാന നഗരം പണികഴിപ്പിച്ചു. തെനോക്ടിലാൻ, അതായത് ആസ്ടെക്കുകളുടെ തലസ്ഥാനം അറിയപ്പെടുന്നത് തെനോക്ടിലാൻ എന്നാണ്. 1325 അത് അവർ നിർമ്മിച്ചത്. ഒരു തടാകമധ്യത്തിൽ കാണപ്പെടുന്ന അവരുടെ തലസ്ഥാനം അറിയപ്പെടുന്നത് തെനോക്ടിലാൻ എന്നാണ്. അവിടെ കൊട്ടാരങ്ങളും പിരമിഡുകളുമാണ് പ്രധാനമായിട്ടും നിർമ്മിച്ചത്. തെനോക്ടിലാനിൽ ഈ ആസ്ടെക്കുകൾ പ്രധാനമായും നിർമ്മിച്ചത് കൊട്ടാരങ്ങളും പിരമിഡുകളുമാണ്. അവരുടെ ക്ഷേത്രങ്ങൾ യുദ്ധ ദൈവങ്ങൾക്കും സൂര്യദേവനുമായി സമർപ്പിക്കപ്പെട്ടവയായിരുന്നു. ക്ഷേത്രങ്ങൾ യുദ്ധ ദൈവങ്ങൾക്കും സൂര്യദേവനുമായി സമർപ്പിച്ചു. നഗരവൽകൃത സംസ്കാരമായിരുന്നെങ്കിലും സാമ്രാജ്യത്തിന് ഒരു ഗ്രാമീണ അടിത്തറയാണ് ഉണ്ടായിരുന്നത്. നഗരവൽക്കരണ സംസ്കാരമാണ് അവർ പുലർത്തിപ്പോന്നിരുന്നതെങ്കിലും സാമ്രാജ്യം ഒരു ഗ്രാമീണ അടിത്തറയിലുള്ളതായിരുന്നു. ആസ്ടെക്കുകൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന വിദ്യാലയത്തെ
കൽമെക്കക് എന്നാണ് വിളിച്ചിരുന്നത്. പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന വിദ്യാലയത്തെ കൽമെക്കക് എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ സാധാരണക്കാരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളുകൾ അറിയപ്പെട്ടിരുന്നത് ടെപ്പോക്കല്ലി എന്നാണ്. ടെപ്പോക്കല്ലി എന്നാണ്. സാധാരണക്കാരുടെ മക്കൾ കല്ലിലിരുന്ന് പഠിച്ചു എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ടെപ്പോക്കല്ലി എന്നുള്ള വാക്ക് ഓർമ്മ വരും. സാധാരണക്കാരുടെ മക്കൾ പഠിച്ചിരുന്ന വിദ്യാലയങ്ങൾ ടെപ്പോക്കല്ലി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ആൺകുട്ടികൾക്ക് സൈനിക പരിശീലനവും കാർഷിക പരിശീലനവും ലഭിച്ചിരുന്നു. എന്നാൽ വീട്ടുജോലികൾ ചെയ്യുന്നതിനുള്ള പരിശീലനമാണ് പെൺകുട്ടികൾക്ക് നൽകിയിരുന്നത്. ആൺകുട്ടികൾക്ക് സൈനിക പരിശീലനവും കാർഷിക പരിശീലനവും ലഭിച്ചിരുന്നെങ്കിൽ വീട്ടുജോലികൾ ചെയ്യുന്നതിനുള്ള പരിശീലനമാണ് പെൺകുട്ടികൾക്ക് നൽകിയിരുന്നത്. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഈ ഒരു ആസ്റ്റക്ക് എന്ന് പറയുന്ന ആ ഒരു സംസ്കാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സംസ്കാരം മായൻ സംസ്കാരമാണ്. മായന്മാർ. മെക്സിക്കോയിലാണ് മായൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. മെക്സിക്കോയിൽ തന്നെയാണ്. ആസ്റ്റക്ക് പോലെ തന്നെ മായനും രൂപം കൊണ്ടത്, സംസ്കാരം വികാസം പ്രാപിച്ചത് മെക്സിക്കോയിൽ തന്നെയാണ്. മെക്സിക്കോയിലാണ് മായൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. ഈ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം ചോളം കൃഷിയായിരുന്നു. ചോളം കൃഷിയുമായി ബന്ധപ്പെട്ട് പല മതാചാരങ്ങളും ഇവർക്കിടയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഈ സംസ്കാരം, മായൻ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് ചോളം കൃഷിയാണ്. ചോളം കൃഷിയുമായി ബന്ധപ്പെട്ട് പല മതാചാരങ്ങളും ഉണ്ടായിരുന്നു. കാർഷിക രംഗത്ത് മിച്ചോൽപാദനം നടത്താൻ സാധിച്ചതുകൊണ്ട് തന്നെ ഇവർക്ക് വാസ്തുവിദ്യയിൽ നിക്ഷേപം നടത്താനും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഗണിതശാസ്ത്രത്തിൻ്റെയും വികാസത്തിന് ഉപയോഗിക്കാനും സാധിച്ചു. കാർഷിക രംഗത്ത് മിച്ചോൽപാദനം നടത്താൻ സാധിച്ചതുകൊണ്ട്, അതായത് ചോളം കൃഷിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു കാർഷിക രംഗം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ മിച്ചോൽപാദനം നേടിയെടുക്കാൻ സാധിച്ചു. തൽഫലമായി അവർക്ക് വാസ്തുവിദ്യയിൽ നിക്ഷേപം നടത്താനും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഗണിതശാസ്ത്രത്തിൻ്റെയും വികാസത്തിന് മാറ്റം വരുത്താനും അല്ലെങ്കിൽ വികാസം ഉണ്ടാക്കിയെടുക്കാനും അവരെ കൊണ്ട് സാധിച്ചു. ചിത്രലിപികൾ അടങ്ങിയ ഒരു അക്ഷരമാല ആണ് ഇവർ വികസിപ്പിച്ചത്. മായന്മാരുടെ അക്ഷരമാല എന്നറിയപ്പെടുന്നത് ലിപി എങ്ങനെയുള്ളതാണ്? ചിത്രലിപികളിൽ അധിഷ്ഠിതമാണ്. മൂന്നാമത്തെ സംസ്കാരം ഇൻക സംസ്കാരമാണ്. തെക്കേ അമേരിക്കയിലെ പെറുവിലാണ് ഇൻകകളുടെ സംസ്കാരം വികസിച്ചത്. തെക്കേ അമേരിക്കയിലെ പെറുവിലാണ് ഇൻകകളുടെ സംസ്കാരം വികസിച്ചത്. ഇവർ കെച്ചുവ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അവരുടെ ഭാഷ കെച്ചുവ ഭാഷ തന്നെയാണ്. കെച്ചുവ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇൻകകൾ. അവരുടെ ഭാഷ അറിയപ്പെടുന്നത് കെച്ചുവ ഭാഷയാണ്. കുസ്കോ ആയിരുന്നു അവരുടെ തലസ്ഥാനം. ഇൻകകളുടെ തലസ്ഥാനം കുസ്കോ ആയിരുന്നു. അതുപോലെ ഇൻക സാമ്രാജ്യം കേന്ദ്രീകൃതമായിരുന്നു. അധികാരത്തിൻ്റെ ഉറവിടം രാജാവായിരുന്നു. ഇൻകകൾ നല്ല ശില്പികളും നിർമ്മാതാക്കളുമായിരുന്നു. നമ്മൾ ആസ്റ്റക് സംസ്കാരവുമായി നമ്മളതിനെ താരതമ്യം ചെയ്യുമ്പോൾ ആസ്റ്റക് സംസ്കാരത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ശ്രേണിബദ്ധമായിരുന്നു. എന്നാൽ ഇൻക സാമ്രാജ്യം എങ്ങനെയുള്ളതാണ്? അതൊരു കേന്ദ്രീകൃത സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ അവർ രാജാവിനാണ് അവിടെ അധികാരം ഉണ്ടായിരുന്നത്. അധികാരത്തിൻ്റെ ഉറവിടം രാജാവിനായിരുന്നു. പിന്നെ ഇൻകകൾ നല്ല ശില്പികളും നിർമ്മാതാക്കളുമൊക്കെ ആയിരുന്നു. ശിലാഫലകങ്ങൾ കൊണ്ട് അവർ കോട്ടകൾ നിർമ്മിച്ചു. ശിലാഫലകങ്ങൾ കൊണ്ടാണ് കോട്ടകൾ നിർമ്മിച്ചത്. ഇവരുടെ പ്രധാന കൃഷി ചോളം, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവയായിരുന്നു. എഴുത്തുവിദ്യ അവർ വികസിപ്പിച്ചിരുന്നില്ല. എഴുത്തുവിദ്യ വികസിപ്പിച്ചത് മായന്മാരാണ്. ചിത്രലിപികളിലാണ് എഴുത്തുവിദ്യ ഉണ്ടായിരുന്നത് മായന്മാർക്ക്. ഇൻകകൾക്ക് പ്രത്യേകമായിട്ട് എഴുത്തുവിദ്യ ഉണ്ടായിരുന്നില്ല. അവർ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത് ചോളം, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവയാണ്. കണക്ക് കൂട്ടുന്ന ഒരു സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു. ഇൻകകൾക്ക് എഴുത്തുവിദ്യ ഉണ്ടായിരുന്നില്ല, പക്ഷേ കണക്ക് കൂട്ടുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ചരടുകളിൽ പ്രത്യേക ഗണിത യൂണിറ്റുകൾ സൂചിപ്പിക്കുന്ന കെട്ടുകളിട്ടാണ് അവർ കണക്കുകൂട്ടലുകൾ നടത്തിയിരുന്നത്. അതിനറിയപ്പെടുന്നത് ക്യുപ്പു എന്നാണ്. ചരടുകളിൽ പ്രത്യേക ഗണിത യൂണിറ്റുകൾ സൂചിപ്പിക്കുന്ന കെട്ടുകൾ ഇട്ടുകൊണ്ട് അവർ കണക്കുകൂട്ടലുകൾ നടത്തിയിരുന്നു. ആ ചരടുകൾ വെച്ചുകൊണ്ടുള്ള ആ ഗണിത യൂണിറ്റുകൾ അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത്
കിപ്പു എന്നാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 സംസ്കാരങ്ങൾ നമ്മുടെ മധ്യ അമേരിക്കയിലും ദക്ഷിണ അമേരിക്കയിലും ഉയർന്നു വന്നിട്ടുള്ള 3 സംസ്കാരങ്ങൾ, ആസ്ടെക്കുകൾ, മായന്മാർ, ഇൻകകൾ. കൃത്യമായിട്ട് പഠിക്കുക. എന്തായാലും ഇതിൽ നിന്ന് ചോദ്യം 100% ഗ്യാരണ്ടിയാണ്. പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്, ഇതിൽ പറയുന്ന കുറേ വേർഡുകളുണ്ട്, പ്രത്യേകിച്ച് ചില പേരുകൾ. അത് കൃത്യമായിട്ട് ഓരോന്നും ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർമ്മിക്കണം. അതിന് കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണണം. നിർബന്ധമായിട്ടും അത് പഠിച്ചെടുക്കണം. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്ത് കണ്ടാൽ ആളുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്താൽ തീർച്ചയായും മറ്റുള്ളവർക്ക് കൂടി അതൊരു പ്രചോദനമാകും. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്നുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ, തുടർന്നുള്ള പരീക്ഷകളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. ഓക്കെ, നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.